ബഹുമാനപ്പെട്ട മസ്നവി നമ്മോട് സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ. അപ്പൊ പോയിന്റ് ഇടാൻ ഒരാൾ വേണമല്ലോ. ആരുടെ പോയിന്റ് ഒക്കെ ഇടണം. നമുക്ക് പച്ച വേണം. പച്ചയും ചുവപ്പും വേണമെങ്കിൽ ആകാം. പച്ചയും നീലയും തന്നെ ആയിക്കോട്ടെ. അമീർ സാഹിബ് ആരാ പോയിന്റ് ഇടുക? പിന്നെ എന്റെ കമ്പ്യൂട്ടറിൽ തെളിയുന്ന ആദ്യ ആളുകൾക്കായിരിക്കും പോയിന്റ് നൽകുക. മിക്സഡ് ആയിട്ടാണ് ചോദ്യം. മുസ്തഫ മുത്തു ഇട്ടോളാം. ഓക്കെ, നോ പ്രോബ്ലം. മുസ്തഫ മുസ്തു ആണ് പോയിന്റ് ഇടാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 ഗ്രൂപ്പ് ആക്കിക്കോളി. മുസ്തഫ മുസ്തു ഇട്ടെ. ഒന്ന് പച്ച, ഒന്ന് പച്ചയും പിന്നൊന്ന് നീലയും. അയ്യോ, പ്രൈസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വിജ്ഞാനം കിട്ടും. മുസ്തഫ മുത്തു ലൈൻമാൻ ഉണ്ട് അല്ലേ? മാഷാ അല്ലാഹ്, ആയിക്കോട്ടെ, സന്തോഷം. ശരിയാക്കി. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. മിക്സഡ് ആയിട്ടാണ്. നിങ്ങൾ പിന്നെ ഒരു ശാസ്ത്രീയപരമായി ഒന്നും പറയാൻ പറ്റൂല. ജനറൽ നോളേജ് ഉണ്ടാകും, കുസൃതി ഉണ്ടാകും, തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടാകും, ഇസ്ലാമിക ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മളെ പോക്ക്. മുമ്പേ അങ്ങനെയാണ് നമ്മളെ പോക്കുള്ളത്. എന്താ ശരിയാക്കാത്തത്? തട്ടിപ്പ് വെട്ടിപ്പ് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യന്മാരെ പറ്റിച്ചാന്നുള്ള അർത്ഥത്തിലല്ല. ഒരു പാർട്ടി ഒരു പ്രസംഗം നടന്ന മാതിരി ഇതൊക്കെ പാടങ്ങട്ട് ബിരിയാണി മോഡലാ. മനസ്സിലായില്ലേ? 10 ചോദ്യമോ? 10 അല്ല, ഞാനൊരു 10-15 എഴുതിയേക്കണേ. നോ പ്രോബ്ലം. 14, 15, 16, 17, 18, 19, 10 ഉണ്ട്. ഇൻഷാ അല്ലാഹ്, നോ പ്രോബ്ലം. 10 ചോദ്യത്തിൽ തന്നെ ഞാനൊക്കെ ചോദിക്കാറുള്ളൂ. പ്രോഗ്രാം ഉസ്താദ് ഗ്രീൻ ഐവാ ഗുഡ് അങ്ങനെ വരട്ടെ. മാസ്റ്റർ നിങ്ങൾ എഴുതണ്ട. കാരണം മാസ്റ്റർമാരിങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കാര്യം എനിക്ക് തോന്നില്ല. മാസ്റ്റർമാരിങ്ങനെ കൊണ്ടുപോകണ അപ്പൊ ആർക്കും കിട്ടാത്ത കുറെ ചോദ്യം ചോദിച്ചാൽ പോരെ? അതൊരു വലിയ കാര്യമില്ല. മാസ്റ്റർക്ക് ആർക്കും കിട്ടാത്തൊരു ചോദ്യം ചോദിക്കല്ല, എല്ലാവർക്കും കിട്ടുന്ന ചോദ്യം മുൾമുനയിൽ നിർത്തി ചോദിച്ച് അവരെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലുത്. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വളരെ ലളിതമായ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ചില ചോദ്യങ്ങൾ കുസൃതിയാകുമ്പോൾ അതിന് പെട്ടെന്ന് ഉത്തരം തരണം. ജനറൽ നോളേജും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ഏതാണെന്ന് പറയാൻ വയ്യ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്വസ്റ്റ്യൻ 1 ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാമൊക്കെ സ്നേഹിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ സ്വന്തത്തെക്കാളും മക്കള്, സമ്പത്ത്, ഭാര്യമാര്, മാതാപിതാക്കൾ എല്ലാം അതിനേക്കാളൊക്കെ മുകളിലായിരിക്കണം എന്നോടുള്ള സ്നേഹമെന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന ഏത് വിഷയങ്ങൾ, വ്യാജമാവട്ടെ എന്താവട്ടെ, അതിനെ ശക്തിയുക്തം എതിർക്കാൻ വേണ്ടി നമ്മളൊക്കെ രംഗത്ത് വരുന്നത് അല്ലേ? എന്നാൽ നമുക്കറിയാം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. തന്റെ 53-ാമത്തെ വയസ്സിലായിരുന്നു അത്. ഈ ഹിജ്റ പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വളർന്നതും മക്കയിലാണ്. മക്കക്ക് മറ്റൊരു പേരും കൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മുൽ ഖുറ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉമ്മുൽ ഖുറാവിൽ അണഞ്ഞ നമ്മുടെ നബിന്റെ മകൾ അല്ലേ? ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബക്ക എന്ന മക്കയുടെ മറ്റൊരു ഇതാണ്. അതുപോലെ തന്നെ ഉമ്മുൽ ഖുറ എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്ലീസ് നോട്ട്,
എന്റെ ചോദ്യം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിൽ നബിയായി അവതരിപ്പിച്ചപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. നുബുവത്ത് കിട്ടിയത് എത്രാമത്തെ വയസ്സിലാണെന്നാണ് എന്റെ ചോദ്യം. ഒരാൾക്കും സംശയം ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആദ്യമായി അത് കൊണ്ടുപോയിട്ടുള്ള ഉത്തരം ശരിയായി എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ചോദ്യങ്ങളൊക്കെ എന്തൊരു കാര്യവും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം, എല്ലാവർക്കും അതിന്റെ ആൻസർ അടിക്കാൻ പറ്റണം. അതൊരു ബർക്കത്താ. അതാണ് നമ്മൾ എന്ത് കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊണ്ട് തുടങ്ങുക. അത് പ്രസംഗമാണെങ്കിൽ എല്ലാണെങ്കിലും അവിടത്തെ കൊണ്ടാണ് ആരംഭിച്ചാൽ അത് വിജയം ഉണ്ടാകും. അതാണ്. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ പോയിന്റ് ഗ്രീനാണ് പോകുന്നത്. റസിൻ ഹേയിൽ നിന്ന്, സൗദിയിലെ ഹേയിലായിരിക്കും, ഹേയിൽ നിന്ന് റസിൻ എന്ന ഐഡിയിലൂടെ പിന്നെ ശേഷം ദുൽദുൽ അടിച്ചിട്ടുണ്ട്. അൽബത്തൂൽ അടിച്ചപ്പോഴേക്കും അല്പം വൈകിപ്പോയി. പിന്നെ പല ആളുകളും അമീർ സാഹിബൊക്കെ അടിച്ചിട്ടുണ്ട്. ഏതായാലും ഗ്രീനാണ് പോയിന്റ് പോകുന്നത്. ഗ്രീന് ഒരു പോയിന്റ്. മബ്രൂക്ക് മബ്രൂക്ക്. അടുത്ത ചോദ്യം ഇൻഷാ അല്ലാ. അടുത്ത ചോദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. നമുക്കറിയാം മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പലരും സൃഷ്ടാവ് എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. സൃഷ്ടിക്കുന്നവൻ സ്രഷ്ടാവാണ്, സൃഷ്ടാവല്ല, സ്രഷ്ടാവാണ്. അപ്പോ ഈ സ്രഷ്ടാവിന്റെ സൃഷ്ടികളിൽ അത് പെരുകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിഷയത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്മാർ പെറ്റുപെരുകുന്നു, അതുപോലെ തന്നെ മുട്ടയിട്ട് വിരിയിക്കുന്ന ആളുകളെ കാണാം, പ്രസവിക്കുന്ന ജന്തുക്കളെ കാണാം. എങ്കിൽ എന്റെ ചോദ്യം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പ്ലീസ് നോട്ട് എന്റെ ചോദ്യം, 11 വർഷത്തിൽ മാത്രം പ്രസവിക്കുന്ന ജീവി ഏതാണ്? 11 വർഷത്തിൽ മാത്രം പ്രസവിക്കുന്ന ജീവി ഏതാണ്? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ഉത്തരവും എല്ലാവർക്കും അറിയാവുന്നതാണ് മനസ്സിലാകുന്നത്. പലരും ശരിയായ നിലക്ക് ഉത്തരം അടിച്ചിട്ടുണ്ട്. എലിഫന്റ് എന്നടിച്ചിട്ടുണ്ട്, ആന എന്നടിച്ചിട്ടുണ്ട്. അന എന്നാരും അടിക്കുന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. അല്ല, അങ്ങനെ ഉണ്ടാവും. അന എന്ന് പറഞ്ഞാൽ ഞാനാണല്ലോ. അപ്പൊ അന എന്നാരും പഠിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആന പണ്ട് കുട്ടി പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ ഉണ്ടല്ലോ. ഏതായാലും ചില ആൾക്കാരൊക്കെ അനാട് അടിച്ചോയില്ലേ? അങ്ങനെയല്ല, ആന എന്നത് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരും തെറ്റി വായിച്ചു പോകണ്ട. ഏതായാലും ഷാജി ഖാൻസ്, ഷാജി കെ ഹൻസ് ആണോ ഇനി ഷാജി ഖാൻസ് ആണോ എന്നറിയില്ല. ഏതായാലും ഷാജി ഖാൻസിലൂടെ ആ പോയിന്റ് ഗ്രീനിന് തന്നെ പോകുന്നു. ഗ്രീനിന് 2 പോയിന്റ് ആയിട്ടുണ്ട്. മുസ്തുമുത്ത് ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾ 2 വട്ടം പേര് എഴുതിയതുകൊണ്ട് കാര്യമില്ല. സംഗതി നിങ്ങൾ ശ്രദ്ധിക്കണം. 2 പോയിന്റ് ഗ്രീനിന് പോയിട്ടുണ്ട്. പണ്ട് കുട്ടി പറഞ്ഞ കുട്ടിന്റെ പണ്ട് ഒരു കുട്ടി പിന്നെ ഡാൻസ് കളിക്കാൻ പോയി എന്ന് പറഞ്ഞു. ഡാൻസ് കളിക്കാൻ പോയപ്പോ അതിന്റെ രക്ഷിതാവിനെ കണ്ടപ്പോ, ഇന്നത്തെ കാലത്ത് രക്ഷിതാവ് പിന്നാലെ പോണ പണിയില്ലല്ലോ, അപ്പൊ മോളോട് പറഞ്ഞുത്തരാ ഞങ്ങളെ മോൾ ഇന്നലെ അരങ്ങ് തകർത്തിട്ടോ എന്ന് പറഞ്ഞപ്പോ മറുപടി പറഞ്ഞുത്തരാ പിതാവ്, അയ്യോ മാഷെ, അത് മോൾ അറിയാതെ ചെയ്തു പോയതായിരിക്കും, അവൾ അങ്ങനത്തെ ഒന്നും ചെയ്യുന്ന തകർക്കുന്ന കൂട്ടത്തിലൊന്നും പെട്ടതല്ല. മനസ്സിലായില്ലേ? അപ്പൊ ചില വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അരങ്ങ് തകർത്തു എന്ന് പറഞ്ഞപ്പോ മൂപ്പര് മനസ്സിലാക്കിയത് ആ സ്റ്റേജ് തകർത്തു എന്നാ. അങ്ങനെയല്ല, അരങ്ങ് തകർത്തു എന്ന് പറഞ്ഞാൽ ആടി തിമിർത്തു എന്നൊക്കെ പറഞ്ഞ മാതിരി നന്നായി പെർഫോം ചെയ്തു എന്നാണ്. ഏതായാലും സംഗതി ഓക്കെ. സന്തോഷം. ഏതായാലും പോയിന്റ് ആര് കൊണ്ടുപോയി? ഗ്രീൻ കൊണ്ടുപോയി. ബ്ലൂ കാർ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ കടന്നു വരണം. എല്ലാവർക്കും അറിയാവുന്ന, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാവുന്ന ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം അത് പിന്നെ ഇസ്ലാമികമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഒരു ചോദ്യം വരുന്നത്. ആ ചോദ്യം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 തവണ പിന്നെ ചെറുപ്പത്തിൽ അബൂ ത്വാലിബിന്റെ കൂടെയായിരുന്നു ജീവിതമുണ്ടായിരുന്നത്. എങ്കിൽ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയിട്ടുണ്ട് കച്ചവട ആവശ്യാർത്ഥം.
ഒന്ന് അബൂ താലിബിന്റെ കൂടെയായിരുന്നു. വളരെ ചെറുപ്പത്തിലാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്, അല്ലേ? അബൂ താലിബിന്റെ കൂടെ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പക്കാരനാണ്. എന്നാൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ദൂതനായിക്കൊണ്ട് കച്ചവടത്തിന്റെ കൈകാര്യകർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താவது ചോദ്യം വരട്ടെ, ചോദ്യം നിങ്ങൾ എങ്ങനെ വന്നാലും ഞാൻ വിടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. പിന്നെ ചോദ്യം വരുന്നേ ഉള്ളൂ, നിങ്ങൾ അടിക്കരുത്. പിന്നെ അൽബത്തൂൽ അല്പം വൈകിപ്പോയി. അതുപോലെ തന്നെ ദുൽദുലും സംഗതിയൊക്കെ മനസ്സിലായി തുടങ്ങി. മുസ്തഫ മുത്തു അടിക്കാൻ പാടില്ല, മൂപ്പര് പിന്നെ അത് കിസിൽ എന്ത് ചെയ്യാണ്, നിങ്ങൾ നോട്ട് ചെയ്യുന്ന ആളാണല്ലോ, അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് കൂടെ ഖദീജ ബീവിയുടെ പിന്നെ കച്ചവടത്തിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തങ്ങൾ മൈസറത്തെന്ന അടിമയോടൊപ്പം പോയി. അങ്ങനെ വളരെ ലാഭം നേടി തിരിച്ചു വന്നു. ആ പോകുന്ന പോക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടത്തിന് പോയി തിരിച്ചു വന്നപ്പോ എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അത്ഭുത സംഭവം കണ്ടതായി മൈസറത്ത് പറഞ്ഞു. എന്തായിരുന്നു ആ അത്ഭുത സംഭവം? വഴിയിലുടനീളം കണ്ട അത്ഭുത സംഭവം എന്തായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഉത്തരങ്ങൾ നിഴലെന്ന് കണ്ടു. നിഴലിലോ പടച്ചോനെ ആയി ഏൽപ്പിക്കാരനാ നിങ്ങൾ, നിഴലോ പടച്ചോനെ റസൂലാക്കോ, അതൊന്നുമില്ല. തണൽ എന്ന് കണ്ടു. തണൽ എന്നതുകൊണ്ട് മാത്രമായില്ല, മേഘം തണൽ എന്ന് കണ്ടു, നസ്തൂറ എന്ന് കണ്ടു, മേഘം നേക്കാരതെ, മേഘം തണൽ എന്ന് കണ്ടു. നിഴൽ കണ്ടില്ല എന്ന് കണ്ടു. മേഘം തണലിട്ടു എന്ന് കണ്ടു. യഥാർത്ഥത്തിൽ മേഘം തണലിട്ട സംഭവമാണ്. അത് ശരിയായി എഴുതിയിട്ടുള്ളത് പിന്നെ മേഘം തണൽ എന്ന് ആണ് എഴുതിയിട്ടുള്ളത്. അത് ദുൽദുലാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ മുമ്പ് ദിൽഷാദ് മോന്റെ തണൽ എന്ന് കണ്ടു. തണൽ എന്ന് കണ്ടു. അത് മേഘം തണലിട്ടത് തന്നെ ആയിരിക്കും, കാർമേഘം തണലിട്ട് തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അല്പമെങ്കിലും ഉത്തരത്തോട് യോജിക്കുന്നത് ദുൽദുലിന്റെ ഉത്തരമായതിനാൽ ദുൽദുലിനാണ് പോയിന്റ് നൽകുന്നത്. ദുൽദുൽ എന്നതിലൂടെ ഗ്രീൻ പോയിന്റ് നേടിയിരിക്കുന്നു. ദുൽദുൽ കുറച്ച് അല്പമെങ്കിലും വരണല്ലോ, അതുകൊണ്ട് ഗ്രീൻ 3, ബ്ലൂ 0-യിലാണ്. ബ്ലൂ ശക്തമായി തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിന്റെ മുമ്പ് ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഒരു കുസൃതി ആവാം, അല്ലേ? 3 ചോദ്യം മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത്, നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു കുസൃതി ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വരയിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഉത്തരങ്ങൾ ഞാൻ പരിഗണിക്കയില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊരു വരങ്ങ് വരച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് പിന്നെന്ത് ചെയ്യൂല, വരക്കണേ. ഇപ്പൊ ആദ്യം വരച്ചേക്കട്ടെ. നമ്മളൊരു ഡോട്ട്സ് ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും അടിച്ചാലും ഞാൻ സ്വീകരിക്കയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ കുസൃതി ചോദ്യം വരുന്നു. ശ്രദ്ധിക്കണം. എന്റെ ചോദ്യം 1 2 3 സ്റ്റാർട്ട്. നമ്മുടെ തലസ്ഥാനം എവിടെയാണ്? എന്റെ ചോദ്യം. പ്ലീസ് ആൻസർ മീ. എന്താ തിരുവനന്തപുരം, മക്ക അല്ല, മുകളിൽ തലയിൽ. കറക്റ്റ്. ഇനി മതി. ഞാൻ പരിശോധിക്കട്ടെട്ടാ. ഇവിടെ പലരും ഒരു വിവേചനം ചേട്ടാ. ദുൽദുൽ ബ്ലൂ എന്നല്ല. യെസ്, തിരുവനന്തപുരം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമാണ്, നമ്മുടെ തലസ്ഥാനമല്ല. മക്ക അല്ല. തല എന്ന് എഴുതിയിട്ടുണ്ട്, അത് പോരാ. മുകളിൽ എന്ന് എഴുതിയിട്ടുണ്ട്, അത് പോരാ.
തലയിണയിൽ എന്ന് എഴുതിയിട്ടുണ്ട്, പോരാ മദീന എന്ന് എഴുതിയിട്ടുണ്ട്, പോരാ കഴുത്തിനുമീതെ. അത് കറക്റ്റ് ആൻസർ ആണ്. കഴുത്തിനുമീതെ എന്നല്ലാണ് കഴുത്തിനു മേലെ. നമ്മുടെ തലസ്ഥാനം എവിടെ? തലയുടെ സ്ഥാനത്തിനാണ് തലസ്ഥാനം ഞാൻ പറഞ്ഞത്. അതാണ് കുസൃതി പറഞ്ഞത്, കഴുത്തിനു മുകളിൽ. പക്ഷേ ട്രൂ പാത്ത് എഴുതിയപ്പോഴേക്കും അത് ഷാജി ഖാൻസ് കഴുത്തിനു മീതെ എന്ന് എഴുതിപ്പോയി. അത് പച്ച കൊണ്ടുപോയിട്ടുണ്ട്, ഗ്രീന് 4 പോയിന്റ്. നമ്മുടെ തലസ്ഥാനം എവിടെയാണ്? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്റെ ചോദ്യം കൊണ്ട്? കഴുത്തിനു മീതെ. നമ്മുടെ തലസ്ഥാനം എവിടെയാണ്? തലയുടെ സ്ഥാനം എവിടെയാണ്? കഴുത്തിനു മീതെ അല്ലെങ്കിൽ കഴുത്തിനു മുകളിൽ എന്ന് എഴുതണം. കഴുത്തിനു മുകളിൽ തലയല്ലേ, അതിന്റെ തലസ്ഥാനം എവിടെയാണ്? തലന്റെ സ്ഥാനം എവിടെയാണ്? കഴുത്തിന് മുകളിലല്ലേ നമ്മളെ തല നിൽക്കണ്ടേ? എന്താണ് നിങ്ങള് കുസൃതി ചോദ്യം പറയുമ്പോ അതിനെപ്പറ്റി ആലോചിക്കണ്ടെങ്കില് എന്താ ചെയ്യാം? അത് ഗ്രീനിന് പോയിന്റ് കൊടുത്താ? ഗ്രീനിന് പോയിന്റ് കൊടുത്തോ? മുസ്തു ദില്ലി രസിച്ചിരിക്കരുത്. ഗ്രീനിന് പോയിന്റ് കൊടുത്തോ? ഗ്രീൻ 4. ഗ്രീന് 4. മാഷാ അല്ലാഹ്, ഗ്രീൻ 4. അടുത്ത ചോദ്യം ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ പല രോഗങ്ങളെ സംബന്ധിച്ചും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പേടിപ്പെടുത്തുന്ന രോഗങ്ങൾ, എയ്ഡ്സ്, എബോള, മെർസ് പോലെ ധാരാളം, ഡെങ്കിപ്പനി, ലുങ്കിപ്പനി, തക്കാളിപ്പനി, കുമ്പളങ്ങപ്പനി, ഇങ്ങനെ പനികളുടെ ഒരു ലോകം, അതുപോലെ തന്നെ ചുമകളുടെ ഒരു ലോകം, പലവിധ രോഗങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളെ തൊട്ടും വീട്ടാൻ കഴിയാത്ത കടങ്ങളെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ചൊല്ലു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ. മാപ്പ് തരാൻ ഇഷ്ടപ്പെടുന്നവനെ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റബ്ബേ. ആമീൻ ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യം അല്ലാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചോദ്യം വരുന്നു, കിഡ്നി. നമുക്കറിയാം കിഡ്നി എന്ന് പറയുന്ന രോഗം, അല്ലെ, ഡയാലിസ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്താഴം കഴിച്ചോളൂ. അൽ ഇസ്തിഖാമ അത്താഴം കഴിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. വെള്ളം കുടിക്കണോ? ഒപ്പിരുന്ന ആയിക്കോട്ടെ, വെള്ളം കുടിച്ചോളൂ. ഞാനും വെള്ളം കുടിക്കാനോ പ്രോബ്ലം. ഇവിടെ 2:21 3 ആവശ്യമില്ല. അപ്പൊ രോഗങ്ങളെ സംബന്ധിച്ചാണ് പല ഭാഗത്തും പലതും കേൾക്കുന്നു, പല രോഗങ്ങളും വരുന്നു. എന്നാൽ എന്റെ ചോദ്യം നമുക്ക് പല ആളുകൾക്കും ഇന്ന് സാർവത്രികമായിട്ടുള്ള എന്ന് പറയാവുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. പ്രമേഹം ഒരു എൻസൈം കുറവിനാൽ ഉണ്ടാകുന്നതാണ് പ്രമേഹം. ഏതാണ് ആ എൻസൈം? പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു എൻസൈം. പ്രമേഹമുണ്ടാവാനുള്ള കാരണം എന്താണ് എന്നാണ് എന്റെ ചോദ്യം. പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻസുലിൻ ആയിരിക്കും, തൈറോക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പഞ്ചാര കൂടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഞ്ചാരം കെടുത്താ പഞ്ചാര എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറച്ചിലുണ്ടല്ലോ പണ്ട് ഇയാൾ പറഞ്ഞ മാതിരി. അപ്പൊ ആ ബീഫും കെട്ടെടുത്താ പോത്തേന്ന് പറഞ്ഞില്ലേ, എന്ന പോലെയല്ല ഇത്. ഉത്തരം വന്നിട്ടുണ്ട്. ഇൻസുലിൻ എന്നുള്ള ഗ്രീനാണ് ശരിയായ ഉത്തരം എഴുതിയിട്ടുള്ള. ഗ്രീനിന് പോയിന്റ് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓർക്കണം, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ അത്ര അളവിൽ നമുക്ക് ജന്മം മുതലേ ഇത് പാൻക്രിയാസ് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ നാം ഓവർലോഡ് നൽകുമ്പോൾ ഓവർലോഡ് നൽകിയത് കാരണമായി ഓവറായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അവസാനം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മതിയാവാതെ വന്ന് ശരീരത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ മതിയാകാതെ വരുമ്പോൾ
രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നു, അതിനാൽ പ്രമേഹമുണ്ടാകുന്നു. അപ്പോൾ പ്രമേഹ രോഗികൾ, ഷുഗർ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് ഇൻസുലിൻ ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തീറ്റ കുറച്ചേ മതിയാകൂ, ഹെവി ഫുഡ് കുറച്ചേ മതിയാകൂ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹെവി ഫുഡ് വർദ്ധിക്കുന്തോറും ഇൻസുലിൻ കൂടുതൽ. സാധാരണ ആഴ്ചയിൽ 40 മുതൽ 400 ഗ്രാം മാത്രം ഇറച്ചി തിന്നാൻ അനുവാദമുള്ളവർ 4 കിലോ ഒക്കെ ആഴ്ചയിൽ കഴിക്കുമ്പോൾ അതിന്റെ ഡബിൾ ഇൻസുലിൻ ആവശ്യമായി വരുന്നു. ആ ഡബിൾ ആവശ്യമായി വരുമ്പോൾ ആ സാധാരണ അതിന്റെ നോർമൽ സ്റ്റേജിൽ നിന്ന് ഹൈ സ്റ്റേജിലേക്ക് മാറി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടി വരുന്നു. അപ്പോൾ പിന്നീടത് സ്വാഭാവികമായും അതിന് തളർച്ച വരുന്നു. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് മതിയാവാതെ വരുന്നു. ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ മതിയാവാതെ വരുന്നു. പിന്നെ ഉൽപാദനക്ഷമത കുറഞ്ഞു വരുന്നു. അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങനെയാണ് പ്രമേഹം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമായൊരവസ്ഥ. പ്രമേഹ രോഗികൾ പോലെ തന്നെ ഇന്ന് ഇവിടെ 0 പോയിന്റിലാണ് ബ്ലൂ നിൽക്കുന്നത്. ഗ്രീൻ 5 നേടിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഭക്ഷണം നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഒന്ന് ഉഷാറായിട്ട് ബ്ലൂ മുന്നോട്ട് വരണം, ഉഷാറായി മുന്നോട്ട് വരണം ബ്ലൂ എന്ന് ഓർമ്മപ്പെടുത്തിയെടുത്ത് എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ. ഇൻസുലിൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അടുത്തത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചൊരു ജനറൽ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ഒരുപാട് ഭാഷകളുണ്ട്. ഒരേ സംസ്ഥാനത്തിൽ തന്നെ പലതരം ഭാഷകളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയും. നമുക്കറിയാം, തിരുവനന്തപുരത്ത് പറയുന്ന ഒരു ഭാഷ ഒരുപക്ഷെ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. പലപ്പോഴും മനസ്സിലാകാത്ത ഒരവസ്ഥ ഉണ്ടാകും. 6 മലയാളിക്കു 100 മലയാളം, 1 മലയാളിക്കു മലയാളമില്ലെന്ന് കുഞ്ഞുണ്ണി മാഷ് ഇല്ലേ? മലയാളം. അപ്പൊ കേരളം, കർണാടക, മഹാരാഷ്ട്ര, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏറ്റവും ലാസ്റ്റ് 29 നമുക്കറിയാം. എന്നാൽ 29ാമത്തെ സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് തെലുങ്കാനയാണ്. ചണ്ഡീഗഡ് ഒന്നല്ല, തെലുങ്കാനയാണ്. നിങ്ങളെ ഇവിടുന്ന് വരുന്നത് തെലുങ്കാനയാണ്. എന്നാൽ എന്റെ ചോദ്യം, പ്ലീസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ, എന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ ചോദ്യം, സമുദ്രം തൊടാത്ത ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. ഏതാണ് ആ സംസ്ഥാനം എന്നാണ്. സമുദ്രത്തിന്റെ തീരമില്ലാത്ത ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. ഏതാണത്? കാശ്മീർ, ഡൽഹി, പലതും പറയുന്നു. MP, മണിപ്പൂരായിരിക്കും MP കൊണ്ട് ഉദ്ദേശിച്ച്. ആസാം എന്ന് പറയുന്നു, കാശ്മീർ എന്ന് പറയുന്നവരുണ്ട്, രാജസ്ഥാനെ ഒരു സംസ്ഥാനമാക്കി ഉയർത്തിയിട്ടുണ്ട്. പണ്ടാരോ പറഞ്ഞ മാതിരി ചെന്നൈയും ബാംഗ്ലൂരുമൊക്കെ വിദേശ രാഷ്ട്രങ്ങളാണെന്ന് പറഞ്ഞ പോലെ രാജസ്ഥാനെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയവരുണ്ട്. തെലുങ്കാന എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശരിയായ ആൻസർ നേരത്തെ വന്നു കഴിഞ്ഞു. ഒന്നുമില്ലേ? പക്ഷേ അവിടെയും പ്രതീക്ഷയ്ക്ക് വകയില്ല. ദുൽദിലൂടെ അതും ഗ്രീനാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഫയ്യാസ് വരാൻ അല്പം വൈകി എന്ന് തോന്നുന്നു. ഇനി മുതൽ ബ്ലൂ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഈ പോയിന്റ് കൂടി ഗ്രീനിന് കൊടുക്കുകയാണ്. മധ്യപ്രദേശാണത്. മധ്യപ്രദേശിൽ സമുദ്രത്തിന്റെ തീരങ്ങളില്ല എന്നുള്ളതാണ് മധ്യപ്രദേശ് എന്ന ആൻസറിലൂടെ ഗ്രീൻ 6 പോയിന്റ് നേടിയിരിക്കുന്നു. 6 പോയിന്റ് നേടിയിരിക്കുന്നു. 6 പോയിന്റ്. മധ്യപ്രദേശ്. MP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച മധ്യപ്രദേശാണോ? അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ബ്ലൂവിന് കൊടുക്കണം. ആ പോയിന്റ് ബ്ലൂവിന് കൊടുക്കണം തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ MP എന്നത് മണിപ്പൂരാണെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അല്ല, ശരിയാണ്. MP എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. പക്ഷെ അത് ആദ്യം അടിച്ചത് ഫയ്യാസിലൂടെയാണ്. MP മബ്രൂക്ക് ഫയ്യാസിലൂടെ ബ്ലൂ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. മബ്രൂക്ക്. ഇത് അശക്തമായ തിരിച്ചുവരവ്. ബ്ലൂവിൻ മെമ്പർ ഓഫ് പാർലമെന്റ്. അല്ല, അങ്ങനെ പറഞ്ഞൂടാ. അത്രമാത്രം പൊട്ടന്മാരൊന്നും അമീർ സാഹിബ് ഇല്ല കേട്ടോ.
അത്രമാത്രം പൊട്ടന്മാരൊന്നും പറഞ്ഞേക്കാം, അങ്ങനെ മനസ്സിലാക്കല്ലേ. എം പി അറിഞ്ഞപ്പോ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് എന്നൊന്നുമില്ല. എം പി എന്ന് പറഞ്ഞാൽ പിന്നെ KLR എന്നൊക്കെ പറഞ്ഞ മാതിരി സാധാരണ പറയണതാണ്. നിങ്ങൾ പച്ചക്ക് വേണ്ടി അങ്ങനെ പച്ചക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ ഒരിക്കലും മുന്നോട്ട് വരരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാം തമാശയാണ്. അല്ല അങ്ങനല്ല, അദ്ദേഹത്തിന്റെ ധാരണ നമ്മൾ തിരുത്തിയതാണ്. മെമ്പറോ പഞ്ചായത്തൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ കണക്കൂട്ടണ്ട. അങ്ങനെ ഇപ്പൊ MBBS പറഞ്ഞാൽ മെമ്പർ ഓഫ് ബാക്ക് ബെഞ്ച്, എന്താണ് മെമ്പർ ഓഫ് ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റ് പറഞ്ഞില്ലേ? കുട്ടികൾ പറഞ്ഞില്ലേ MBBSന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു. മെമ്പർ ഓഫ് ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റ് പറഞ്ഞു. ശരിയല്ലേ? MBBS ഒക്കെ തന്നെയല്ലേ മെമ്പർ ഓഫ് ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റ് അല്ലേ? അപ്പൊ അങ്ങനെ കണക്കൂട്ടരുത്, മനസ്സിലായില്ലേ? ഞാൻ തിരിച്ചു വരാം. AP ആന്ധ്രാപ്രദേശ്, പടച്ചോൻ ആ പേരെന്നെ പറയല് ഇപ്പൊ നല്ലത് രാവിലെ ഓൻ ചൊല്ലിക്കാണി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്റെ ചോദ്യം, അടുത്ത ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 1,24,000 അല്ലേ? 1,24,000 അംബിയാ മുർസലീങ്ങളെ അല്ലാഹു ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ പലർക്കും പലവിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒരു 5 പേരുണ്ട്. ആ 5 പേർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് 5 പേർ അല്ലെ? കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള അംബിയാ മുർസലുകളിലെ 5 പേർ. അവർക്ക് ഒരു പേര് പറയാറുണ്ട്. സാധാരണ അവർക്ക് ഒരു പേര് പറയാറുണ്ട്. ആ പേര് ഉലുൽ അസ്ം എന്നാണ്. ഉലുൽ അസ്ം എന്നാണ് അവർക്ക് പറയുന്ന പേര്. ഈ ഉലുൽ അസ്മുകൾ 5 പേരാണ്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുർസലീങ്ങൾക്കൊക്കെ, പ്രബോധകന്മാർക്കൊക്കെ ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, നമുക്കറിയാം യൂനുസ് ബിൻ മത്തായി എന്ന് പറയുന്ന പ്രവാചകൻ അലൈഹിസ്സലാം മഹാനവറുകൾ നേരിട്ട ഒരു വലിയ പരീക്ഷണമുണ്ട്. വലിയൊരു പരീക്ഷണം മഹാനവറുകൾ നേരിട്ടു. അദ്ദേഹം തന്റെ ജനതയോട് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷേ അവരൊന്നും വന്നില്ല. അതിൽ നിരാശ കൊണ്ട് അദ്ദേഹം ഒരു കപ്പലിലൂടെ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കപ്പലിൽ നിന്ന് പുറത്തേക്കിട്ടപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചു. അദ്ദേഹത്തിനെ ഒരു മത്സ്യം വന്ന് വിഴുങ്ങി. നമുക്കറിയാവുന്ന സംഭവമാണ്. യൂനുസ് ബിൻ മത്തായി അല്ലെ? യൂനുസ് ബിൻ മത്തായി. എങ്കിൽ എന്റെ ചോദ്യം 40 ദിവസം വയറ്റിൽ കിടന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യം കരയിലേക്ക് തുപ്പി, അല്ലെങ്കിൽ കരയിൽ കൊണ്ടുവന്നു. ശരീരത്തിൽ വഴുവഴുപ്പ് അനുഭവപ്പെട്ട് പ്രയാസം അനുഭവപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സംരക്ഷണവുമായി അല്ലാഹു തആല ഒരു ചെടി അവിടെ നൽകി. ഏതാണ് ആ ചെടി? അല്ലെങ്കിൽ ഒരു ഫലം എന്താണ്? അത് കൂട്ടിയാൽ മതി. അവിടെ നൽകി. ഏതാണത് എന്നാണ് എന്റെ ചോദ്യം. ഏതാണ് ആ ചെടി? അല്ലെങ്കിൽ ഏതാണത് അവിടെ നൽകിയത്? അവിടെ മുളപ്പിച്ചു കൊടുത്തു. ഏതാണത് എന്നാണ് എന്റെ ചോദ്യം. സൈത്തൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, തുളസി എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ വന്നിട്ടില്ല. മാഷാ അല്ലാഹ്, റൈഹാൻ, സൈത്തൂൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഒക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നീം എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈഹാൻ അല്ല, തുളസി എന്ന് പറഞ്ഞിട്ട്, തുളസിയോ കൊണ്ട് പേക്കോളിങ്ങളെ തുളസിയോടുന്ന്. ഉത്തരം ശരിയായത് വന്നിട്ടുണ്ട് ചെരങ്ങ. യഖ്തീൻ, ചെരങ്ങ എന്നാണ് ശരിയായ ഉത്തരം. അത് ഗ്രീൻ ഏലംകുളം. മാഷാ അല്ലാഹ്, അത്
ഗ്രീൻ കൊണ്ടുപോകുന്നു. മൃഗീയ ഭൂരിപക്ഷത്തിലേക്കാണ് ഗ്രീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. MM മേലംകുളത്തിലൂടെ ഗ്രീൻ 6ാമത്തെ പോയിന്റ് നേടിയിരിക്കുന്നു. ചരങ്ങ ഇറച്ചി വെക്കുമ്പോൾ നിങ്ങൾ ചരങ്ങ കൂട്ടി വെക്കണം. ചുരങ്ങ എന്ന് ചരങ്ങ അല്ലെങ്കിൽ ചുരങ്ങ എന്നൊക്കെ പറയുന്ന അത് പിന്നെ വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം ബുദ്ധിവർദ്ധനവുണ്ടാകുന്ന ബുദ്ധിവർദ്ധനവുണ്ടാകും എന്നുള്ളതാണ്. അല്ലെ ഇതുണ്ടോ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചുരങ്ങ നമ്മളൊക്കെ കഴിക്കണം. അത് കഴിക്കാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ബുദ്ധിവർദ്ധനവിന് അത് ചരങ്ങ ഉപയോഗപ്രദമാണ്. മാത്രമല്ല ഇറച്ചി വെക്കുമ്പോൾ നിങ്ങൾ ചരങ്ങ കൂടി ഇട്ട് വെക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇറച്ചി കൊണ്ട് വെച്ചാൽ അതിന് ചരങ്ങ തെരഞ്ഞെടുത്ത് കഴിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടായിരിക്കും മലബാറിന്റെ പല ഭാഗങ്ങളിലും വിശുദ്ധ റമദാൻ വരുന്ന സമയത്ത് ചുരങ്ങക്ക് പ്രത്യേക ഡിമാൻഡും ചുരങ്ങ കൊണ്ടുള്ള കറികളുമൊക്കെ ഉണ്ടാകുന്നത്. അതിനൊക്കെ വലിയ അടിസ്ഥാനങ്ങൾ ഉണ്ടാകാമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. തുളസി എന്നുള്ളത് ഷൈത്വാനിയത്തുള്ളതാണ്. തുളസി എന്ന് പറയുന്ന കൃഷ്ണ തുളസി എന്ന് പറയുന്നത് അതിന്റെ ഷൈത്വാനിയത്തുള്ള ഒരു മരമാണ്. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു മെറൂൺ കളറുള്ള തുളസി അതാണ് ഏറ്റവും ഔഷധമായിട്ടുള്ളത്. മറ്റേ കൃഷ്ണ തുളസി എന്ന് പറയുന്ന പച്ച അതിന് വലിയ ഔഷധ ഗുണങ്ങളൊന്നും തിബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. യർജാൻ എന്ന് പറയുന്ന മെറൂൺ കളറുള്ള തുളസിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ചുവപ്പിന് ഗ്രീൻ 7 പോയിന്റ്, ബ്ലൂവിന് 1 പോയിന്റ്. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ബഹുമാനപ്പെട്ട ബിന്നൈദർ ഉസ്താദ് ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അല്പസമയം നമുക്കൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോവാണ്. ബിന്നൈദർ ഉസ്താദ് നേരത്തെ നമ്മോട് വിശദമായി സംസാരിച്ച കൂട്ടത്തിൽ ഒരു വിഷയത്തിൽ മുമ്പ് സംസാരിച്ചിരുന്നു. എന്റെ ചോദ്യം വിശദീകരണങ്ങൾ ഒഴിവാക്കി എന്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഖുർആനിൽ എത്ര റുബൂകളുണ്ട് എന്നാണ് എന്റെ ചോദ്യം. ഖുർആനിൽ എത്ര റുബൂകളുണ്ട് എന്നാണ് എന്റെ ചോദ്യം. ഖുർആനിലെ ആയത്ത് ഞാൻ ചോദിച്ചിട്ടില്ല. ഖുർആനിൽ എത്ര റുബൂകളുണ്ട് എന്നാണ് എന്റെ ചോദ്യം. 120 എന്ന് പറയുന്നു, 120 എന്ന് പറയുന്നു, 30 എന്ന് പറയുന്നു. 120 എന്നും 30 എന്നും അഭിപ്രായം പറയുന്നുണ്ട്. ശരിയായ ആൻസർ വന്നിട്ടില്ല. 60, 114 എന്ന് പറയുന്നുണ്ട്. 114 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഏതായാലും ഞാൻ ചോദ്യം ക്ലോസ് ചെയ്യുക. 703 മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അത്രത്തോളം ആയിട്ടില്ല. അൽ ഐൻ ഖസീസിലൂടെ മാഷാ അല്ലാഹ്, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. അത് 240 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ആ ഉത്തരത്തിലൂടെ ബഹുമാനപ്പെട്ട അൽ ഐൻ ഖസീസിലൂടെ ബ്ലൂവിന് പോയിന്റ് പോകുന്നു. രണ്ടാമത്തെ പോയിന്റ് അവർ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നല്ല, പിടിച്ചു വാങ്ങിയിരിക്കുന്നു. മാഷാ അല്ലാഹ്, പച്ചക്കാരിൽ നിന്നും പച്ചയായ പിടിച്ചു വാങ്ങൽ നടത്തിയിരിക്കുന്നു. വ്യക്തമായി ബ്ലൂ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ബ്ലൂവിനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് പച്ചക്കാരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിലം തൊടാതെ അവർ മുന്നോട്ടു പോകും ഇൻഷാ അല്ലാഹ്. ഞാൻ എന്റെ ചോദ്യം, ഒരു ജനറൽ ക്വസ്റ്റ്യൻ വരുന്നു. ഒരു ജനറൽ ക്വസ്റ്റ്യൻ, പ്ലീസ് നോട്ട്. എന്റെ ജനറൽ ക്വസ്റ്റ്യൻ, ഒരൊറ്റ ഇലയുള്ള ചെടി ഏതാണ്? ചോദ്യം, ഒരൊറ്റ ഇലയുള്ള ചെടി ഏതാണെന്നാണ് എന്റെ ചോദ്യം. ഒരേ ഒരു ഇല, വേറല്ല. ഒരേ ഒരു ഇലയുള്ള കാബേജ് എന്നർത്ഥം ഉത്തരം വന്നിട്ടുണ്ട്. ചേമ്പ് എന്നർത്ഥം വന്നിട്ടുണ്ട്. ചേന എന്ന് വന്നിട്ടുണ്ട്. വരട്ടെ. കാബേജ് ചൈനലല്ലോ, ചേമ്പ് എന്ന് വന്നിട്ടുണ്ട്. മറ്റാർക്കും ചോദ്യം മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പലർക്കും ചേമ്പേക്കാരെ ചേമ്പ് എന്ന് വന്നിട്ടുണ്ട്. സത്യത്തിൽ അതിന്റെ ഉത്തരം വന്നു കൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരം വന്നു കഴിഞ്ഞ് ദുൽദുൽ എന്ന ഐഡിയിലൂടെ ആ ഉത്തരം ഗ്രീൻ കൊണ്ടുപോയിട്ടുണ്ട്. ബ്ലൂ ഞങ്ങളോടൊപ്പം ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻ വീണ്ടും കൊണ്ടുപോയിട്ടുണ്ട്. ചേന എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഒരൊറ്റ ഇലയുള്ള സസ്യം അത് ചേനയാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കണം.
എങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന, ടൈപ്പിംഗ് ആർക്കാണോ സ്പീഡ് അവർക്ക് പോയിന്റ് കിട്ടും. ഞാനൊരു വിശദീകരണമല്ല, പെട്ടെന്ന് ചോദിക്കാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈജിപ്തിൽ നിന്ന് മുഖൗഖിസ് രാജാവ് കൊടുത്തയച്ച അടിമ സ്ത്രീയുടെ പേരെന്താണ്? എല്ലാവരും അടിച്ചു. പക്ഷേ മാരിയ എന്ന് ശരിയായ നിലക്കടിച്ചത് ദുൽദുൽ എന്നത് തന്നെയാണ്. ദുൽദുലിനെ നേരത്തെ ബൗൺസ് ചെയ്യണമെന്ന് അൽ-ഇസ്തിഖാമ ചോദിച്ചത് ബ്ലൂക്കാര് സപ്പോർട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ തോന്നുന്നു. മാരിയ എന്ന മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീ തന്നെയാണ് മാരിയത്തുൽ ഖിബ്തിയ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന കുഞ്ഞിന്റെ മാതാവ് കൂടിയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മാരിയത്തുൽ ഖിബ്തിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രണ്ട് ലോകത്തും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ഗ്രീൻ 9 പോയിന്റ്, ബ്ലൂ 2 പോയിന്റ്. ഇനി നിങ്ങൾക്ക് മടുക്കുന്ന സമയത്ത് പറയണം കേട്ടോ, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഒരു കുസൃതി വരട്ടെ അല്ലേ? ഒരു കുസൃതി വന്നോട്ടെ അല്ലേ? ഒരു കുസൃതി പ്ലീസ് നോട്ട്. ഞാൻ പെട്ടെന്ന് ഞാൻ വരട്ടാ, പിന്നെ ഇത് ചെയ്യരുതട്ടാ. ഈ വരയ്ക്ക് ശേഷമാണ് അടിക്കേണ്ടത്. ഞാൻ വരയിട്ടാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവികൾക്കും ഓരോ കഴിവാ കൊടുത്തിട്ടുള്ളത്. ചോദ്യം വന്നിട്ട് അടിച്ചാൽ മതി കേട്ടോ. ഓരോ ജീവിക്കും ഓരോ കഴിവാ കൊടുത്തിട്ടുള്ളത്. ആനക്ക് വലിയൊരു തുമ്പിക്കൈയുണ്ട്, അന വരുന്നുണ്ട് എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാസ്റ്റർ പാട്ടൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഉറുമ്പിന് മൂക്കിന്റെ ശക്തിയുണ്ട്. അങ്ങനെ കുതിരയാണെങ്കിൽ നല്ല ഓട്ടത്തിന്റെ ശക്തിയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കണം. ഒന്ന് ചെല്ലു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അടുത്ത ചോദ്യം കുസൃതി ചോദ്യം. കൊമ്പുണ്ടെങ്കിലും കുത്താത്തതാര്? കൊമ്പുണ്ടെങ്കിലും കുത്താത്തതാര്? ചോദ്യം വന്നു കഴിഞ്ഞു. കൊമ്പുണ്ടെങ്കിലും കുത്താത്തതാര്? മാന, ചീർപ്പ്. ഉത്തരം വരട്ടെ. ഉത്തരം വന്നിട്ടില്ല. മാൻ, ആന, കുഴിയാന. കുഴിയാന. സ്റ്റോപ്പ്. വല്ലാത്തൊരു പുതുമയായി പോയാലപ്പത്. അട്ട. കൊമ്പുണ്ടെങ്കിലും കുത്താത്തത് മരം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയായ നിലക്ക് ഇവിടെ നമ്മള് ചീർപ്പിന് കൊമ്പില്ലല്ലോ. മാന, ആന, മരം എന്ന് ശരിയായത് അടിച്ചത് MM ഏലംകുളമാണ്. അതിലൂടെ പോയിന്റ് വീണ്ടും ഗ്രീനിന് പോകുന്നു. 10 പോയിന്റായി ഗ്രീനിന്. കുത്താത്ത പശു. അങ്ങനെ കുറെ. എങ്കിൽ എന്റെ ചോദ്യം, നെക്സ്റ്റ് ചോദ്യം നമ്മുടെ തലസ്ഥാനൊക്കെ നമ്മൾ ചോദിച്ചില്ലേ? കൊമ്പുണ്ടെങ്കിലും കുത്താത്ത ചോദിച്ചു. എന്റെ ചോദ്യം, ദില്ലുമോനാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത് അല്ലെ? ദില്ലുങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുസൃതി മതി. അല്ല, മാസ്റ്റർക്കൊന്നും വേണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? ഓക്കെ. എങ്കിൽ കുസൃതി മതിയെങ്കിൽ ഒരു കുസൃതി കൂടി ഇതാ വരുന്നു. ഒരൊറ്റ കുസൃതി. പെട്ടെന്ന് ഉത്തരം എഴുതണേ. ഒരു കുസൃതി കൂടി ഇതാ വരുന്നു. പെട്ടെന്ന് എഴുതണമെന്നോ വരക്കണമെന്നോ ചൊറിയണമെന്നോ എങ്ങനെ എന്തായാലും വേണ്ടില്ല. എന്റെ ചോദ്യം മനസ്സിലാക്കുക. പെട്ടെന്ന് ആൻസർ തരിക. എന്റെ ചോദ്യം, തലകുത്തി നിന്നാൽ വലുതാകുന്നതാര്? തലകുത്തി നിന്നാൽ വലുതാകുന്നത് മാഷാ അല്ലാഹ്. മബ്രൂക്ക്.
മാഷാ അല്ലാഹ്, അഹ്സൻത് അഹ്സൻത്. ശരിയായ ഉത്തരം തന്നെയാണ് എല്ലാവരും അടിച്ചിട്ടുള്ളത്. തല കുത്തി നിന്നാൽ വലുതാകുന്നത് 6 6 നാളെ തല കുത്തലാക്കിയാൽ 9 ആവൂലേ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ എടത്തിലൂടെ ആ ബ്ലൂ പോയിന്റ് നേടിയിരിക്കുന്നു. അഹ്സൻത്, വെൽ ഡൺ വെൽ ഡൺ. വളരെ നന്നായിട്ടുണ്ട്. സന്തോഷം സന്തോഷം. ഇനി എന്റെ വിഷയം വളരെ നന്നായിട്ടുണ്ട്. ബ്ലൂവിന് 3 പോയിന്റ്. മുസ്തു ഉറങ്ങുക ഒരു വഴി. എന്താണ് പടച്ചോനെ ചൊല്ലിക്കാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിച്ച ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, ഇനി എന്റെ ചോദ്യം വരാൻ പോവുകയാണ്. എന്റെ ചോദ്യം, നമുക്കറിയാം സുന്ദരമായ ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ധാരാളം സ്വഹാബികൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ധാരാളം നിർത്താനാകുമ്പോൾ പറഞ്ഞോളിട്ടോ. ഞാൻ കുറച്ച് ചോദ്യം കൂടി കൊണ്ടുള്ളത് കഴിഞ്ഞ് നിർത്താൻ. പിന്നെ ധാരാളം സ്വഹാബികൾ ശരിയായ നില സുന്ദരമായി ഖുർആൻ ഓതുമ്പോ സുന്ദരമായി ഖുർആൻ ഓതിയിരുന്ന ധാരാളം സഹാബിമാരുണ്ടായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കണേ, ഖുർആൻ ഓതുമ്പോ മാലാഖമാരിറങ്ങി വന്നിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് മാലാഖമാരായിരുന്നു. നീ അത് ഖുർആൻ ഓത്ത് നീട്ടിയിരുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് കാണാമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സ്വഹാബി അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ആണ്, എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയായ ഉത്തരം ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്നാൽ എന്റെ ചോദ്യം വരുന്നു, പ്ലീസ് നോട്ട്. സ്വരമാധുര്യത്താൽ അങ്ങേക്ക് ദാവൂദ് നബിയുടെ വീണയെപ്പോലെ സ്വരമാധുര്യം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുള്ള സ്വഹാബി, എന്ന് പ്രശംസിക്കപ്പെട്ടുള്ള സ്വഹാബി ആരാണ് എന്നാണ് എന്റെ ചോദ്യം. ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ദാവൂദ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് ആരാണെന്നാണ്. ഇബ്നു മസ്ഊദ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബിലാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, അബൂ മൂസ അൽ അശ്അരി എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാവൂദ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് തന്നെയാണ്. എന്താണ് അതില്ല, അവന്റെ കുട്ടികൾ പറയല്ല കത്തല ദാവൂദ് ജാലൂത്ത് അറിഞ്ഞില്ലേ? എപ്പോ നോക്കിയ എന്താണ് പോട്ടെ. പിന്നെ അപ്പോ അത് ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനാണ്. വലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ സ്വരമാധുര്യം പോലെയുള്ള സ്വരമാധുര്യം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിക്കാണ്. റൈറ്റ് വിഷനിലൂടെ ബ്ലൂ വീണ്ടും പോയിന്റ് നേടുന്നു. 4ാമത്തെ പോയിന്റ് ബ്ലൂ നേടുകയാണ്. ഒരിക്കലും മോശം വരില്ല. 4ാമത്തെ പോയിന്റ് മുസ്തു ബ്ലൂ ഐഡി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ബ്ലൂവിന് പോയിന്റ് ഇടാൻ മടിയുണ്ടോ എന്ന് നമുക്കറിയില്ല. പോയിന്റ് പെട്ടെന്ന് മാറണം. 4ാമത്തെ പോയിന്റാണ് ബ്ലൂ നേടിയിട്ടുള്ളത്. വളരെ വിലപ്പെട്ട പോയിന്റാണ് എന്ന് കൂടി ഓർക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ 1-2 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് ഒരു പിന്നീട് കുസൃതി വരും ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ എഴുതേണ്ടത് പിന്നെ 4 പേരുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടേതും ഭാര്യയുടേതും മക്കളുടേതും എഴുതിയാൽ പോരാ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് 4 ആളുകളുടെ പേര് നിങ്ങൾ എഴുതണം. നോക്കൂ, പ്ലീസ് നോട്ട്. ചോദ്യം നേരിട്ട് പറയുന്നു. ആമുഖങ്ങളോ വിശദീകരണങ്ങളോ ഇല്ല. ചോദ്യം ഇതാ നിങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എന്റെ ചോദ്യം വരുന്നു. ചോദ്യം: ലോകം അടക്കി ഭരിച്ച 2 മുസ്ലിം രാജാക്കന്മാരും 2 അമുസ്ലിം, അതായത് വിശ്വാസികളല്ലാത്തവരുമുണ്ട്. ആരൊക്കെയാണെന്ന് എന്താണ് ചോദ്യം. മുഴുവനായിട്ട് ഉത്തരം എഴുതിയെങ്കിൽ മാത്രമേ മാർക്ക് തരികയുള്ളൂ, പോയിന്റ് തരികയുള്ളൂ. 4 പേരുണ്ട്. 4 പേരിൽ ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എഴുതണം.
4 പേരെഴുതണം. 4 പേരെഴുതണം. ഹിറ്റ്ലർ, മുസോളിയൻ, ഉമർ, സുലൈമാൻ. നോ. അലയാൻഡ്രെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇവിടെ ശരിയായ ഉത്തരം വന്നു കഴിഞ്ഞു. ദുൽഖർനൈൻ, സുലൈമാൻ, ബുഖ്ത് നസർ, അലക്സാണ്ടർ എന്നെഴുതി. പോരാ പോരാ പോരാ, ആയിട്ടില്ല, ആയിട്ടില്ല. ഇനിയും ആള് വരാനുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇവിടെ അതും ഗ്രീൻ കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. റൈറ്റ് വിഷൻ 3 പേരെഴുതിയെങ്കിലും അലക്സാണ്ടർ എന്നുള്ള ആ ഉത്തരത്തോടുകൂടി പോയി എങ്കിൽ അത് ശരിയായി. അതിൽ നിന്ന് മനസ്സിലാക്കി ദുൽദുൽ ദുൽദുൽ കൂതിരമ്മേ ദുൽഫുഖാറുമായി എന്ന് പറഞ്ഞില്ലേ. ദുൽദുൽ കടന്നു പിടിച്ചിരിക്കുന്നു. ആ ഉത്തരം സുലൈമാൻ നബി അലൈഹിസ്സലാം, ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു, ഇവർ 2 പേരുമാണ്. പിന്നെ മുസ്ലിം രാജാക്കന്മാർ ബുഖ്ത് നസ്റും നമ്രൂദുമാണ് അവിശ്വാസികൾ എന്നുള്ളത്. അത് ശരിയായ ഉത്തരം ദുൽദുൽ നേടിയിരിക്കുന്നു. ദുൽദുലിന്റെ ചിറകിലേറി, ദുൽദുലിന്റെ കുതിരപ്പുറത്തേറി ഗ്രീൻ 11 പോയിന്റ് നേടിയിരിക്കുന്നു. 11 4 15 ഉത്തരമായിട്ടുള്ളൂ. 15 ചോദ്യമായിട്ടുള്ളൂ. 15 ചോദ്യമായിട്ടുള്ളൂ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. 4 പോയിന്റ് വേണം അതിനല്ലേ. അത് പിന്നെ നീ ബ്ലൂ ആണെങ്കിൽ 1/2 പോയിന്റ് എടുത്താൽ മതി. അറിയില്ല നിങ്ങൾ, അവൻ ശരിയാവില്ല. അതിനൊക്കെ 1 പോയിന്റ് തന്നെ ഉള്ളൂ. കളിയാ പാട്ട് ഇവിടെ. എന്റെ ചോദ്യം, അടുത്ത ചോദ്യം. നാം സംസാരിക്കുന്നത് നാവ് കൊണ്ടാണ്, നാം കേൾക്കുന്നത് കണ്ണു കൊണ്ടാണ്, അല്ലേ? നാം സംസാരിക്കുന്നത് നാവ് കൊണ്ടാണ്, നാം കേൾക്കുന്നത് കണ്ണുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അപ്പോ നാം കേൾക്കുന്നത് ചെവി കൊണ്ടാണ്, നാം കാണുന്നത് കണ്ണുകൊണ്ടാണ്, നാം നടക്കുന്നത് കാലുകൊണ്ടാണ്, അല്ലേ? മനപൂർവ്വം തെറ്റിച്ച് പറഞ്ഞതന്നെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പല പരിപാടിയുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണോ? അതൊക്കെ നേരിട്ട് ലൈവായിട്ടുള്ള എന്റെ മുന്നിലാണെങ്കിൽ പിടിക്കണോ എന്ന് പറഞ്ഞ് പിടിപ്പിക്കുമ്പോ മുമ്പൊരിക്കൽ അതേപോലെ എല്ലാവരും ഒന്ന് മൂക്കുമ്പോ പിടിച്ചിറങ്ങണം. ഞാൻ കാതുമ പിടിച്ചു. അപ്പൊ എല്ലാവരും ഉണ്ട് കാതുമ പിടിച്ചിരിക്കുന്നു. അങ്ങനെ പല ഒക്കെ ലൈവായിട്ടുണ്ടാവുമ്പോഴാണ് ആകെ അത്ഭുതപ്പെടുത്തുക. അങ്ങനെ പല പരിപാടികളുണ്ട്. പക്ഷെ അതിങ്ങനെ ഇവിടുത്തെ ലൈവില് പറയാൻ പറ്റുമല്ലോ. നമ്മൾ എല്ലാവരും മൂക്കുമ്മ പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കാതുമ അങ്ങനെ പിടിച്ചാൽ കുട്ടികളെല്ലാവരും ഉണ്ടാവും കാതുമ പിടിച്ചിരിക്കണു. പിടിക്കാൻ പറഞ്ഞ മൂക്കുമ്മയ്ക്കാരം. കാരണം എന്താണ്? അവര് പറയുന്നതിലേറെ ശ്രദ്ധ ആ ആക്ടിവിറ്റീസിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ക്യാമാണോ ഒക്കെ അതൊക്കെ അതിന്റെ ട്രിക്കാണ്. കുട്ടികൾ അതൊക്കെ അവരെ കയ്യിലെടുക്കാനുള്ള പല ട്രിക്കുകളും ഉണ്ട്. മനസ്സിലായില്ലേ? അതൊന്നും ഇവിടെ ഉപയോഗപ്രദമല്ല. ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് വരട്ടെ. എന്റെ ചോദ്യം, പ്ലീസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, നാവില്ലാത്ത ജീവി ഏതാണ്? ലോകത്തൊരേ ഒരു ജീവിയാണ് അതുള്ളത്, അത് നാവില്ല. ഏതാണത്? പെട്ടെന്ന് ബ്ലൂക്കാരെവിടെ പോയി? ബ്ലൂക്കാരുറങ്ങിപ്പോയി എന്നാ തോന്നുന്നത് അല്ലേ? ഉത്തരം ശരിയായത് വന്നു കഴിഞ്ഞു. അതും ഗ്രീന് കൊണ്ടുപോയിട്ടുണ്ട്. ഗ്രീൻ ഞണ്ടൊന്നല്ല, പാമ്പൊന്നല്ല. പാമ്പിന്റെ നാവൊക്കെ പടച്ചോനെ. ദിൽഷാദെ ഇയ്യൊന്ന് നേർക്ക് പാമ്പിനെ കണ്ടുകൊണ്ടിട്ടാ. അപ്പൊ മനസ്സിലാവും പാമ്പിന്റെ നാവിന്റെ നീളം. സുബ്ഹാനല്ലാഹ്. പാമ്പൊന്നല്ല, മീൻ എന്നെഴുതി MM മേലംകുളം അത് കൊണ്ടുപോയി, ഗ്രീൻ കൊണ്ടുപോയി. ഓഹോ, അപ്പൊ ഇനി അതവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ എഴുതി വെച്ച ചോദ്യങ്ങൾ 1, 2, 3. 3 കുസൃതി ഉണ്ടോ നോക്കട്ടെ. 3, 4-മത്തെ ഒരു കുസൃതി. 5 ചോദ്യം കൂടി ഉണ്ട്. അത് വേണോ? 5 ചോദ്യങ്ങളുണ്ട്. ആ 5 ചോദ്യങ്ങൾ ചോദിക്കണോ വേണ്ടേ എന്നാണ് എന്റെ ചോദ്യം. 5 ചോദ്യങ്ങൾ. ഓക്കെ, 5 ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചു പോവുകയെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 3 മണിയായി തുടങ്ങിയില്ലേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. എല്ലാ ഖിസിലും സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യം. അതെ കരീം പൈസയൊക്കെ വരാനുണ്ടല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോ രണ്ടാമത്തെ എല്ലാവരും സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല.
വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന നാമം എത്ര തവണ വന്നിട്ടുണ്ട്? മുഹമ്മദ് എന്ന എത്ര തവണ വന്നിട്ടുണ്ട്? അതും ദുൽദുലിലൂടെ കൊണ്ടുപോയിരിക്കുന്നു. ഗ്രീൻ 4 എന്ന ദുൽദുലാണ് അടിച്ചിട്ടുള്ളത്. റൈറ്റ് വിഷൻ അടിച്ചപ്പോഴേക്ക് ടൈം വൈകിപ്പോയി. 4 ഗ്രീൻ .12. ഗ്രീന് കൊടുത്തോളൂ, ഗ്രീനിന് കൊടുത്തോളൂ, നോ പ്രോബ്ലം. 12 പോയിന്റ്. ഗ്രീൻ മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് എടുക്കുകയാണ്. ഒരു 2-3 പോയിന്റും കൂടെ ഒക്കെ അങ്ങ് കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്റെ ചോദ്യം, അടുത്ത ചോദ്യം. അപ്പൊ അത് കഴിഞ്ഞു. എന്റെ ചോദ്യം, നമുക്കറിയാം ജന്നത്തുൽ ബഖീഅ് എന്നാണ് മദീനയിലെ പ്രസിദ്ധമായ ഒരു മഖ്ബറയാണ്. മാഷാ അല്ലാഹ് മുജീബ് എംകെടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ജന്നത്തുൽ ബഖീഅ്. എന്നാൽ അതേപോലെ മക്കയിൽ പ്രസിദ്ധമായ ഒരു ഖബറിസ്ഥാനുണ്ട് എന്ന് നമുക്കറിയാം. അത് ജന്നത്തുൽ മുഅല്ല എന്നാണ് അതിന്റെ പേര് എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. ജന്നത്തുൽ മുഅല്ല മക്കയിൽ നിന്ന്. അപ്പോൾ എന്റെ ചോദ്യം, ജന്നത്തുൽ ബഖീഇൽ മറവ് ചെയ്യപ്പെട്ട ആദ്യ അൻസ്വാരി സ്വഹാബി ആരാണെന്നാണ്. ജന്നത്തുൽ ബഖീഇൽ മറവപ്പെട്ട ആദ്യ അൻസ്വാരി സ്വഹാബി ആരാണെന്നാണ് എന്റെ ചോദ്യം. ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന് വന്നിട്ടുണ്ട്. അസദ് ബിൻ സുറാറ എന്ന് വന്നിട്ടുണ്ട്. ഈ 2 പേര് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഈ ഉമ്മു അമ്മാർ എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയും വന്നിട്ടുണ്ട്. അതൊക്കെ നീലക്കാരാണ്. നീലക്കാർ ആഞ്ഞു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന ദുൽദുലിന്റെ ഉത്തരത്തിന് നമുക്ക് പോയിന്റ് കൊടുക്കാൻ മാർഗമില്ല. ഞാൻ എന്റെ ചോദ്യം അൻസാരി എന്ന സ്വഹാബി എന്നായിരുന്നു. അത് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആണ്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആണ്. റൈറ്റ് വിഷനിലൂടെ പോയിന്റ് ബ്ലൂവിന് പോകുന്നു. ഇനിയുള്ള പോയിന്റുകളൊക്കെ ബ്ലൂവിനാണെന്നാണ് മനസ്സിലാകുന്നത്. അൽ ഖസീസും അതുപോലെ തന്നെ അൽ ബത്തൂലയും ഒക്കെ നന്നായി ഒരുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അസ്അദ് ബിൻ സുറാറയിലൂടെ പോയിന്റ് ബ്ലൂ കൊണ്ടുപോയിരിക്കുന്നു. ബ്ലൂവിന് 5 പോയിന്റ് ആയിട്ടുണ്ട്. എങ്കിൽ എന്റെ ഒരു കുസൃതി ചോദ്യം, 2 കുസൃതി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. 2 കുസൃതി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ. 2 കുസൃതി 2 കുസൃതിയാണ് എന്റെ കയ്യിലുള്ളത്. അത് ശ്രദ്ധിക്കണേ. പാവങ്ങൾ വിട്ടുകൊടുത്തതാ. പാവങ്ങൾ വിട്ടുകൊടുത്താണെന്ന് കുസൃതി നമുക്ക് നോക്കാലോ ഇൻഷാ അല്ലാഹ്. തോണി മറിഞ്ഞാ പിന്നെ പോറാൻ നല്ലത്. ശരി, എന്റെ ചോദ്യം, എത്ര എഴുതിയാലും ശരിയാവാത്ത ഒരു വാക്ക് ഏതാണ്? എത്ര എഴുതിയാലും ശരിയാവാത്തൊരു വാക്ക്. ഉത്തരമാണ് എഴുതേണ്ടത്. അമീർ, ഉത്തരമാണ് എഴുതേണ്ടത്. നിങ്ങളൊക്കെ തെറ്റെഴുതിയാൽ ഞാൻ ശരി ഉത്തരം തരുന്നത് എങ്ങനെയാണ്? എത്ര എഴുതിയാലും എത്ര എഴുതിയാലും ശരിയാവാത്ത ഒരു വാക്കാണ് തെറ്റായ വാക്ക്. തെറ്റായ വാക്ക്. നിങ്ങൾ ശരിയായത് എഴുതൂ. എന്റെ ചോദ്യത്തിന് ശരിയായ ആൻസർ എഴുതൂ. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം ആദ്യം അടിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ? ആദ്യം ശരിയായ ഉത്തരം അടിച്ചിട്ടുള്ളത് ടോപ്പ് 10 അല്ലെ, ടോപ്പ് 10 ആണ്. അത് തെറ്റ് എന്നാണ്. തെറ്റ് എത്ര ശരിയായ എത്ര എഴുതിയാലും അത് തെറ്റ് തന്നെയായിരിക്കും. അതാണ് ശരിയായ ഉത്തരം. അത് തെറ്റാണെങ്കിൽ, എഴുതിയത് തെറ്റാണെങ്കിലും അതിന്റെ ഉത്തരവും തെറ്റാണെങ്കിലും അത് ശരിയായ ഉത്തരമാണ്. അതുകൊണ്ട് പോയിന്റ് ബ്ലൂവിന് പോകുന്നു. അതും ഞങ്ങൾ വിട്ടുകൊടുത്തതാണെന്ന് ആരെങ്കിലും പാവങ്ങളാണെന്ന് കരുതി പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നവർ ഒരു പാവമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. എങ്കിൽ വേഗം ഉത്തരം പറയണേ. വേഗം ഉത്തരം പറയണേ.
വേഗം ഉത്തരം പറയണേ. എന്റെ ചോദ്യം, വേഗം പറയാൻ പറ്റാവുന്ന ഒരു ഉത്തരം എന്താണ്? വേഗം പറയാൻ പറ്റുന്ന ഒരു ഉത്തരം എന്താണ്? വേഗം പറയാൻ പറ്റുന്ന, പെട്ടെന്ന് പറയാൻ പറ്റാവുന്ന ഒരു ഉത്തരം ഏതാണ്? വേഗത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഉത്തരം ഇല്ല. ഉത്തരം വന്നിട്ടില്ല. സംഗതി എന്താണ്? വേഗം പറയാൻ പറ്റുന്ന ഉത്തരം അതാർക്കും പറയാം. ഏതാണത്? ഇതുവരെ വന്നിട്ടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മാഷാ അല്ലാഹ്. ഇവിടെ പല ആളുകളും പലതടിക്കുന്നുണ്ട്. അറിയില്ലെങ്കിൽ പിന്നെ അറിയൂല എന്ന് പറയണം കേട്ടോ. അറിയില്ലെങ്കിൽ പിന്നെ അറിയില്ല എന്ന് പറയണം. ഷുവർ സൂറ. അറിയില്ലെങ്കിൽ പിന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഈ കിലോമീറ്റർ പെർ ഹവർ നോക്കട്ടെ, ഞാൻ അടുത്ത ഉത്തരം വേഗം പറയാൻ. പിന്നെന്താ, പിന്നെ വേഗം പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഉത്തരം വേഗം പറയാൻ, പിന്നെ നിങ്ങൾ പറഞ്ഞോളി. വേഗം പറയാവുന്ന ഒരു ഉത്തരം എന്ന ചോദ്യത്തിന് ഇവിടെ ശരിയായ ആൻസർ വന്നിട്ടുണ്ട്. അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടടിച്ചതാണെങ്കിലും അറിയാതെ അടിച്ചതാണെങ്കിലും പോയിന്റ് ബ്ലൂവിനാണ് പോകുന്നത്. ടോപ്പ് 10. അറിയൂല എന്ന് പറയുന്നത് തന്നെ അറിയില്ല എന്ന ഉത്തരമാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇത് എനിക്കറിയില്ല, അതൊരു ഉത്തരാണല്ലോ. അത് ശരിയാണ്, ശരിയാണ്, ശരിയായ ഉത്തരമാണത്. അറിയില്ല എന്ന ഉത്തരമാണ് എത്രയും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഉത്തരം. അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ടോപ്പ് 10 അടിച്ചത് അറിഞ്ഞുകൊണ്ടാവാൻ സാധ്യതയുണ്ട്, ഇല്ല അറിയാതെയാവാനും സാധ്യതയുണ്ട്. ടോപ്പ് 10 അറിഞ്ഞുകൊണ്ട് തന്നെ അടിച്ചതാണോ അതോ അറിയില്ലാതെ അടിച്ചതാണോ? ടോപ്പ് 10 അറിഞ്ഞുകൊണ്ടടിച്ചതാണോ അറിയാതെ? അത് ശരി, അറിയാത്തത് കൊണ്ടാണ് മൂപ്പര് അറിയൂല എന്ന് പറഞ്ഞത്. പക്ഷെ സംഗതി അതാണ് ഉത്തരം, അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. മനസ്സിലായത്? അതും ഞങ്ങൾ വിട്ടുകൊടുത്തതാണെന്ന് പറയുന്നവർക്ക് അറിയില്ല എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, വേഗം പറയാവുന്ന ഉത്തരം അതും കഴിഞ്ഞു. ഇനി എത്ര ചോദ്യം? ഇനി കുസൃതിയൊന്നും വേണ്ടല്ലോ, ഇനി നിർത്താം അല്ലേ? ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ടല്ലേ? 12, 7, 19. അയ്യവാ. ഇനിയൊരു ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ? ഒരു ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇതാണ് ഈ മർദ്ദിതരുടെ കൂടെ ആളുണ്ടാവുകയും ബ്ലൂ ഞങ്ങൾ വല്ലാതെ ആക്കിയപ്പോ അവർക്ക് സഹായിക്കാൻ അത് നമ്മുടെ ഉസ്മാൻ ഇടത്തിൽ എന്ന ഐഡിയിലൂടെ ഒരു ക്ലൂ, ഒരു കൈത്താങ് നൽകിയപ്പോഴാണ് ബ്ലൂ ഒന്നിങ്ങോട്ട് ഉഷാറായത്. ഇനി നമ്മളൊക്കെ ഉറങ്ങാൻ പോവുകയാണ്. ഇനി നമുക്ക് ഉറങ്ങാം. അതിന്റെ മുമ്പ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പ് ഒരു 3 പ്രാവശ്യം ചൊല്ലൂ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ അവസാന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ ക്വിസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാനമായി ചോദിക്കുന്നത്, നമ്മളൊക്കെ ഉറങ്ങാറുണ്ട്. ഉറങ്ങുമ്പോൾ നാം ഒക്കെ ഒരു ശബ്ദമുണ്ടാക്കാറുണ്ട് അല്ലേ? പല ആളുകളും ഉണ്ടാക്കാറുണ്ട്. അത് കേട്ടിട്ട് പല ആളുകൾക്കും തൊട്ടടുത്ത് കിടക്കുന്ന ആളുകൾക്കൊക്കെ ഉറങ്ങാൻ പറ്റാതാവാറുണ്ട് അല്ലേ? കൂർക്കം വലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂർക്കം വലി അല്ലേ? കൂർക്കം വലിയാണ്. എന്നാൽ എന്റെ ചോദ്യം കണ്ണ് തുറന്ന് ഉറങ്ങുന്ന ജീവി ഏതാണ്? കണ്ണ് തുറന്നുറങ്ങുന്ന ജീവി ഏതാണ്? മീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആന എന്ന് പറഞ്ഞിട്ടുണ്ട്, പാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുതിര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കുതിരയാണെന്നറിയില്ല, എന്നെ പറ്റി പറഞ്ഞതാണോന്നറിയില്ല. തവള എന്ന് പറഞ്ഞിട്ടുണ്ട്, മീൻ. മനസ്സിലായില്ലേ? കുതിര എന്ന് പറഞ്ഞത് ആരെ പറ്റിയത് അറിഞ്ഞില്ല. തമാശയാണ് കേട്ടോ, നിങ്ങൾ അതിങ്ങനെ തന്നെ എടുക്കണേ. തവള എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഉത്തരം വന്നിട്ടുണ്ട്.
കണ്ണു തുറന്നുറങ്ങുന്ന ജീവി അത് ഉത്തരം ഗ്രീന് കൊടുക്കുകയാണ്. അത് ദുൽദുലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് എഴുതിയത്. അത് മീൻ എന്ന് തന്നെയാണ്. അല്ല, എഴുതിയത് പാമ്പ്, സ്നേക്ക്, ദുൽദുൽ. ദുൽദുലാണ് എഴുതിയിട്ടുള്ളത്. ദുൽദുൽ മീൻ. ടോപ്പ് 10 സ്നേക്ക് എന്നാണ് എഴുതിയത്. ദുൽദുൽ 13 പോയിന്റോടുകൂടി ഗ്രീൻ വിജയിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ബ്ലൂ 7 പോയിന്റ് നേടി. വളരെ 0-യിൽ നിന്ന് 7-ലേക്ക് കുതിച്ചുയർന്ന ബ്ലൂ പൊരുതി തോറ്റു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സുന്ദരമായ ഭാവിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇതിൽ പങ്കെടുത്തവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും ഇത് കേട്ടിരുന്നവർക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. വിജ്ഞാനങ്ങൾ കൂടുതൽ നേടാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ.